നമസ്കാരം. കയ്യിലൊരു സ്മാർട്ട് ഫോണും ഇന്റർനെറ്റ് സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ ആരെയും എന്തും ചെയ്യാം, എന്തും പറയാം എന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ തുടർച്ചയായി ഇവിടെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികളെ പോലും മോശമായി ചിത്രീകരിക്കുന്നു. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ പ്രത്യേകം ചില ആളുകൾ ലക്ഷ്യം വെക്കുന്നു. പലപ്പോഴും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായാൽ അന്വേഷണങ്ങളോ നടപടികളോ ഉണ്ടാകാറില്ല, പരാതിയും കൊടുക്കാറില്ല. പലരും അതിനെ അങ്ങ് കണ്ണടച്ചു വിടാറാണ് പതിവ്. എന്നാലും ഇന്നലെ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെക്കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിലുള്ള ചില പ്രതികരണങ്ങളും അതുപോലെ തന്നെ ചില ഫോട്ടോകളും ഒക്കെ FB-യിൽ പ്രത്യക്ഷപ്പെട്ടു. തൊട്ടടുത്ത നിമിഷം തന്നെ അതൊക്കെ അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഇതിനെ വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് എന്ന് മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഒരു പ്രതികരണവും തൊട്ടു പിന്നാലെ വന്നു. പോലീസിൽ പരാതിയും കൊടുത്തു. സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ എതിർചേരികളിലുള്ള ആളുകൾ പോലും ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല, തങ്ങൾ ഒരിക്കലും അത്തരം വഴികളിലൂടെ സഞ്ചരിക്കുന്ന ആളല്ല, തങ്ങളെ കുറിച്ച് പറഞ്ഞത്, തങ്ങളെ കുറിച്ച് പ്രചരിപ്പിച്ചത് അതിന് മാപ്പില്ല എന്ന പ്രതികരണം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതായത് KT ജലീൽ ഉൾപ്പെടെയുള്ള ആളുകൾ. KT ജലീൽ ഇവിടെ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ എതിർചേരിയിലുള്ള വ്യക്തിയാണ്. KT ജലീലിന്റെ FB പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. വളരെ മാന്യമായ രീതിയിലുള്ള ഒരു പോസ്റ്റാണ് അദ്ദേഹത്തിന്റെ FB-യിൽ കുറിച്ചിട്ടുള്ളത്. എന്തായാലും ഇവിടെ തങ്ങളെ കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു വ്യാജ പ്രചരണം നടത്തിയത് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ഞെട്ടലോടുകൂടി തന്നെയാണ് ഈ വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്തായാലും മലപ്പുറം സൈബർ പോലീസ് ഇവിടെ തങ്ങളുടെ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു എന്ന വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇന്ന് ഞാൻ മലപ്പുറം സൈബർ പോലീസുമായി ബന്ധപ്പെട്ടിരുന്നു. ഈ കേസ് അന്വേഷിക്കുന്നത് സൈബർ പോലീസ് സ്റ്റേഷനിലെ SHO UK ഷാജഹാൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്, എന്തായാലും ഇത് ഒരു വ്യാജമായിട്ടുള്ള ചിത്രമാണ്, വ്യാജ പ്രചരണമാണ് നടത്തിയിട്ടുള്ളത്, വ്യാജരേഖ ചമച്ചതിന് ഉൾപ്പെടെ പോലീസ് കേസെടുത്തിട്ടുണ്ട്, അന്വേഷണ നടപടികൾ പുരോഗമിക്കുകയാണ്, ഫേക്ക് ആണെന്ന കാര്യം വ്യക്തമായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. എന്തായാലും ഇവിടെ കുറ്റവാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി ഉറക്കമില്ലാത്ത രാത്രികളാണ്. കാരണം ഈ UK ഷാജഹാൻ ഈ കേസ് അന്വേഷിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. ഇതുവരെ അന്വേഷിച്ച കേസുകളിലൊക്കെ കൃത്യമായി അദ്ദേഹത്തിന് കുറ്റവാളികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എവിടെ പോയി ഒളിച്ചാലും അവരെ വേട്ടയാടി പിടിക്കുന്ന ഒരു ശീലം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഇവിടെ ഈ മങ്കട പോലീസ് സ്റ്റേഷനിൽ SHO ആയിരിക്കുന്ന സമയത്ത് അവിടെ ഒരു വയോധികയായിട്ടുള്ള ഒരു സ്ത്രീ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഇവിടെ പ്രതിസ്ഥാനത്തുള്ളത് അവരുടെ പേരക്കുട്ടിയാണ് എന്ന് തിരിച്ചറിഞ്ഞു. വലിയ രീതിയിൽ തന്നെ മറ്റുള്ള ആളുകളിലേക്കൊക്കെ സംശയം ഉണ്ടായ ഒരു കേസാണ്, മറ്റുള്ള ആരോ ചെയ്തതാണ് എന്ന രീതിയിലൊക്കെ ഇവിടെ അവരുടെ സ്വർണം അപഹരിക്കുന്നതിന് വേണ്ടി കള്ളന്മാർ വന്ന് ചെയ്തതാണ് എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പ്രതിയാണ് പിന്നെ ഈ കേസിൽ അറസ്റ്റിലാകുന്നത്. അതായത് സ്വന്തം പേരക്കുട്ടി, അത്യാവശ്യം വിദ്യാഭ്യാസം ഒക്കെയുള്ള ഒരാൾ, ആരും സംശയിക്കാത്ത ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വളരെ രഹസ്യമായി കുറ്റവാളികളെ പിന്തുടർന്ന് പിടികൂടുന്ന UK ഷാജഹാൻ ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് തീർച്ചയായും കുറ്റവാളികളെ പിടികൂടും, അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഉറവിടം അന്വേഷിച്ച് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മെറ്റയ്ക്ക് ഉൾപ്പെടെ ഞങ്ങൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഇവിടെ കുറ്റവാളികളെ വേട്ടയാടി പിടിക്കുന്ന UK ഷാജഹാൻ ഈ കേസ് ഏറ്റെടുത്തു തന്നെയാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്ന കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതറ്റം വരെയും പോകും എന്ന് അദ്ദേഹം FB കുറിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഷാജഹാൻ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാൽ, അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ, അദ്ദേഹം കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ SI ആയിരുന്നിട്ടുണ്ട്, അതുപോലെ തന്നെ CI ആയിട്ടുണ്ടായിട്ടുണ്ട്, അതുപോലെ ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്, കോഴിക്കോട് ജില്ലയിൽ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്, മലപ്പുറം ജില്ലയിൽ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. എവിടെ പോയി അദ്ദേഹം ജോലി ചെയ്താലും ഇന്നീ നേരം വരെ അദ്ദേഹത്തെ കുറിച്ച് ഏതെങ്കിലും നിലക്കുള്ള ഒരു അലിഗേഷൻ ഉണ്ടായിട്ടില്ല. വളരെ കൃത്യമായി സത്യസന്ധമായി അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ അദ്ദേഹം മലപ്പുറം സൈബർ പോലീസിലാണ് ജോലി ചെയ്യുന്നത്. ഈ ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നു. പ്രതികളെ അധികം വൈകാതെ തന്നെ പിടികൂടുമെന്ന് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എന്തായാലും നമുക്ക് കാത്തിരിക്കാം, ആരാണ് ഈ നീചകൃത്യം ചെയ്തത്, ആരാണ് ഈ ചെറ്റത്തരം ചെയ്തത് എങ്കിൽ അവരെ പിടികൂടുന്ന ഒരു ദിവസത്തിനായി, ആ വാർത്ത പുറത്തു വരുന്ന ഒരു ദിവസത്തിനായി നമുക്ക് കാത്തിരിക്കാം. എത്രയും പെട്ടെന്ന് അത് സംഭവിക്കട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. കാരണം ഇവിടെ ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്മാർട്ട് ഫോണും ഇന്റർനെറ്റ് സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ ആരെ വേണമെങ്കിലും മോശക്കാരാക്കുന്നതിന് വേണ്ടി ചില ആളുകളുടെ കൊട്ടേഷൻ എടുത്ത് പ്രവർത്തിക്കുന്ന ചില സംഘങ്ങൾ ഇവിടെയുണ്ട്. മറ്റുള്ള കൊട്ടേഷൻ സംഘങ്ങളെക്കാൾ ഭീകരമായ രീതിയിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്. മനുഷ്യന്റെ ജീവിതം പോലും നശിപ്പിക്കുന്ന, കുടുംബ ബന്ധങ്ങൾ ഇല്ലാതാക്കുന്ന, വളരെ മോശമായ രീതിയിൽ പ്രചരണം നടത്തുന്ന പലരും ഇവിടെ
ആത്മഹത്യ ചെയ്തേക്കാവുന്ന, അത്തരത്തിൽ ആത്മഹത്യയുടെ വക്കിലേക്ക് പലരും പോകേണ്ടി വരുന്ന ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾക്ക് പുറകിൽ പ്രവർത്തിക്കുന്ന സംഘം തന്നെയാണ്, ആരുടെ കൊട്ടേഷനാണ് ഇവരെടുത്തത് എന്ന കാര്യം വരും ദിവസങ്ങളിൽ വ്യക്തമാകും. അവരെ തുറന്നു കാണിക്കാൻ പോലീസിന് കഴിയട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.